അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ സ്ക്രീനുകളാണ്. വെൽക്കം ലൈറ്റാണ്, അടിപൊളിയായിട്ടില്ല കാണാൻ. നമസ്കാരം, ഡസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോങ്കി എന്ന ബ്രാൻഡിൻ്റെ HS9 എന്നുള്ള ഒരു വാഹനം കണ്ടു, ഒരു ലക്ഷറി സെഡാൻ കണ്ടു. അതായത് റോൾസ് റോയ്സിൻ്റെ കോപ്പിഡി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ ഒരു വാഹനം. ഇന്നും എൻ്റെ കൂടെ അതേ ബ്രാൻഡിൻ്റെ ഒരു വാഹനമാണ്. ഇത് HS9 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ആ കാണുന്നതാണ് കേട്ടോ വണ്ടി. ആ വാഹനത്തിനും ശരിക്കും ഒരു റോൾസ് റോയ്സ് കള്ളിനാൻ്റെ ഒരു കട്ടലുണ്ട്. പക്ഷേ അതൊരു അടിപൊളി വാഹനം തന്നെയാണ്. അതൊരു ഇലക്ട്രിക് കാറാണ്, ഇലക്ട്രിക് SUV ആണത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഹോങ്കിയുടെ ദുബായിലെ ഷോറൂം. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ബിൽഡിംഗ് അല്ലാണ്. വൺ റോഡ് എന്നാണ് ഡീലറിൻ്റെ പേര്. അവിടെ എഴുതിയിട്ടുണ്ട് 7 years വാറണ്ടി വിത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ്, 7 ഫ്രീ സർവീസ്, 7 years ഓഫ് ഓഫ് റോഡ് അസിസ്റ്റൻസ്. അങ്ങനെ ഒരുപാട് ഓഫർ നമുക്ക് ഹോങ്കി തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 2023 ഹോങ്കി HS9 എന്ന ഇലക്ട്രിക് SUV. ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കള്ളിനാൻ്റെ ലുക്കാണ് തോന്നുന്നത്. അത് ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഹെഡ്ലാമ്പ് പോർഷൻ്റെ ആ ഒരു ഡിസൈൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ്. എന്തായാലും അടിപൊളിയാണ് ഈ വണ്ടി കാണാനായിട്ട്. ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് ഒരിക്കലും പറയാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. സാധാരണ ഒരു കാറിൻ്റെ, ഒരു പെട്രോൾ കാറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഡിസൈനിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ലൈറ്റുകളെ കുറിച്ച് പറയാം. ഫ്രണ്ടിൽ ഈ ഒരു ലൈറ്റ് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ആണെങ്കിലും കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്. താഴെയായിട്ട് ഇതിൻ്റെ ഹെഡ്ലാമ്പ് പോർഷൻ കൊടുത്തിരിക്കുന്നു. സൈഡിലായിട്ട് സ്ട്രിപ്പ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അതുപോലെ 2 പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ്സും കാണാൻ സാധിക്കും. പിന്നെ ഹോങ്കിയുടെ ഒരു സിഗ്നേച്ചർ ഗ്രില്ല് കാണാം, വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഹോങ്കിയുടെ ആ ഒരു വലിയ ഒരു ലൈനും കാണാം. അതിൻ്റെ ഉള്ളിൽ റെഡ് ഇൻസേർട്ടും കൊടുത്തിരിക്കുന്നു. താഴെയായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സുള്ള വാഹനമാണ്. അതിൻ്റെ ഒരു സെൻസർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയിലുള്ള ഒരു ബമ്പർ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്പെക്സ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് 5209 mm, വിഡ്ത്ത് 2010 mm, ഹൈറ്റ് 1713 mm ആണ്. അതുപോലെ 3110 അതിൻ്റെ വീൽ ബേസ്. ഓവറോൾ ക്വാളിറ്റി കിലോഗ്രാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് ആയിരിക്കും 2512 ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 99 kWh ഉണ്ട്. മോട്ടോർ പവർ 160 + 245. മാക്സിമം ടോർക്ക് വരുന്നത് 300 + 450 Nm ആണ് വരുന്നത്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വില ഇവിടെ കണ്ടു. 4,80,000 ദിർഹംസാണ് കേട്ടോ. ഇൻറ്റു 22.5 ആണ് ഇന്ത്യൻ റുപ്പീസ്. അതാണ് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 5000 mm അതായത് 5 മീറ്ററിലധികം നീളമുള്ളൊരു വാഹനമാണ്. അത്രയും ആ ഒരു വലിപ്പം നമുക്ക് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. നല്ല ഭംഗിയിലുള്ളൊരു അലോയ് വീലാണ്. ശരിക്കും ഇലക്ട്രിക് കാറുകൾ നമ്മൾ കാണുന്ന ഏകദേശം അതേ ഒരു ഡിസൈനിലുള്ള ഒരു അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. നടുവിലായിട്ട് ഹോങ്കിയുടെ ലോഗോ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ HS9 കണ്ടതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളർ സ്കീമാണ് ഈ വാഹനത്തിലുള്ളത്. പേൾ വൈറ്റും ഒരു മെറ്റാലിക് ഗ്രേ എന്ന് പറയാം, അതുപോലത്തെ ഒരു കളറാണ് വരുന്നത്. ഇവിടെയും ആ ഒരു ഹോങ്കിയുടെ ആ ഒരു സിഗ്നേച്ചർ റെഡ് ഇൻസേർട്ട്സ് ആണ്. അടിപൊളി ഡിസൈനിലുള്ള ഒരു ടെക്സ്ചർ എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു ORVMൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. അത് ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻ കാണാം. പിന്നെ ആ ഭാഗത്തായിട്ടാണെന്നുണ്ടെങ്കിലും ക്യാമറയും സെൻസേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. വലിയൊരു വിൻഷീൽഡ് കൊടുത്തിരിക്കുന്നു. HUD ഒന്നും കൊടുത്തിട്ടില്ല. സൈഡ് പ്രൊഫൈലിൽ ആ ഒരു പോപ്പ് ഡോർ ഹാൻഡിലാണ്. സാധാരണ ഇപ്പോൾ വരുന്ന വാഹനങ്ങളെല്ലാം ഇങ്ങനത്തെയാണ്. അത് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. ഡോറിൻ്റെ അടിയിലാണെങ്കിൽ നമ്മൾ മിററിൻ്റെ ആ പോർഷനിൽ കണ്ടതുപോലെ ഉള്ളൊരു ബ്ലാക്ക് ഡിസൈൻ കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിൽ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോൾഡർ ലൈൻസിലെല്ലാം ഒരു വൈറ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട്. സാധാരണ ഡ്യുവൽ ടോൺ നമ്മൾ റൂഫിൽ ഒരു കളറും ബോഡിയിൽ ഒരു കളറും ആണെന്നുണ്ടെങ്കിൽ ഇതാ ഷോൾഡർ ലൈനിൽ കൂടെ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു മേബാക്കിൻ്റെ ഒരു ലുക്കിലേക്ക് മാറ്റാനായിട്ടായിരിക്കും ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സി പില്ലറിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു അലൂമിനിയം ഇൻസേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ലൈറ്റ്സാണ്. ഈ കൊടുത്തിരുന്ന എല്ലാ ലൈറ്റാണ്. ഇതെല്ലാം തെളിയും. നല്ല രസമാണ്. ഈ വണ്ടിയൊക്കെ രാത്രി കാണാനാണ് രസം. മീൻസ് അത് ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് കാണാനാണ് ഏറ്റവും രസം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട്. ശരിക്കും സാധാരണ എല്ലാ വാഹനങ്ങളിലും ഫ്യൂവൽ ലിഡ് എവിടെയാണ് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ. പതിവിന് വിപരീതമായിട്ട് ഹോങ്കിയുടെ ഈ വാഹനത്തിൽ ഹോങ്കി എന്ന് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ചൈനീസിലുള്ള അവരുടെ ലോഗോയാണ് പിന്നിൽ വരാറ്. എല്ലാ സെഡാൻ മോഡൽസിലും ഈ ഒരു ചൈനീസ് ലോഗോ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വാഹനത്തിൽ ഹോങ്കി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഈ HS9 എന്ന ബാഡ്ജിങ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ വേറെ ചൈനീസായിട്ടൊന്നും എഴുതിയിട്ടില്ല. മറ്റ് വാഹനങ്ങളിൽ ഹോങ്കിയുടെ മറ്റ് വാഹനങ്ങളിലുള്ളതുപോലെ ചൈനീസിൽ ഒരു കാര്യം ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ഇതിലെല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതൊരു ഗ്ലോബൽ കാറായിട്ട് ഇറക്കാനുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തത്. പിന്നെ നമ്മൾ പല വാഹനങ്ങൾ കണ്ടിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ടൈൽ ലാമ്പ്. എങ്കിലും ഇതിലും കാണാൻ മനോഹരമായിട്ടുള്ളൊരു ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ടൈൽ ലാമ്പ്സ് ആണ്. വലിയൊരു പനോരമിക് സൺറൂഫ് കാണാം. നമ്മൾ നേരത്തെ HS9 കണ്ട അതേ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. റിയർ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. അവിടെയെല്ലാം ഒരു അലൂമിനിയം ഇൻസെർട്ട് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു ഡിഫ്യൂസർ പോർഷൻ കൊടുത്തിരിക്കുന്നു. ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് എക്സോസ്റ്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം ഭംഗിയുള്ളൊരു റിയർ എൻഡാണ്. അത്ര വലിയ ഭംഗി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഈ ഒരു ഇലക്ട്രിക് കാറിൻ്റെ കീ. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാ കാറുകളുടെയും പോലെ തന്നെ ഉള്ളൊരു കീ ആണ്. ഭംഗിയുണ്ട് കാണാൻ. നമുക്കിനി ഇതൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, വെൽക്കം ലൈറ്റാണ്. അടിപൊളിയായിട്ടില്ല കാണാൻ. ഇനി ഒന്ന് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഹാ, അടിപൊളിയല്ലേ. ഇനി റിയറിലുള്ള വെൽക്കം ലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കത് അൺലോക്ക് ചെയ്യാം. ഡാൻസിങ് ലൈറ്റ്സ് ആണ്. രസമുണ്ടല്ലേ. ഇനി ഒന്ന് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതൊരു 6 സീറ്ററാണ്. എന്നിരുന്നാലും നല്ല ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഭാഗത്തിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ലോട്ടസ് ഇലക്ട്രയുടെ എല്ലാം വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണത്. അതുപോലെ മുന്നിലെ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണെങ്കിലും ആ ഒരു ചാർജിങ് കേബിൾ എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു പോപ്പപ്പ് ഡോറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഹോങ്കി എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, രസമായിട്ടില്ല കാണാൻ. ഇനി നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ക്ലോസിങ് ആയിട്ടുള്ള ഡോറാണ്. BMW-ലും മെഴ്സിഡീസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള അതേ ഒരു ടെക്നോളജി ഇതിലുണ്ട്. ഇതിൻ്റെ റിയർ സീറ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ 2 ക്യാപ്റ്റൻ സീറ്റുകൾ കാണാം. അതായത് നല്ല ലക്ഷറിയസ് ആയിട്ട് പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ സീറ്റ് കാണാം. ഇത് PDA ഒന്നും കഴിയാത്ത വണ്ടിയാണ്, ഷോറൂമിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ. അതുപോലെ 2 സീറ്റുകൾ പിൻഭാഗത്തുണ്ട്. അവിടെ കുട്ടികൾക്ക് ഇരിക്കാനായിരിക്കും നല്ലത്. കാരണം അത്ര ഒരുപാട് ലെഗ് സ്പേസോ ഹെഡ് റൂമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഹെഡ് റൂം ഉണ്ടാവും. കാരണം ആ ഒരു ഡിസൈൻ കുറച്ചൊന്ന് അകത്തേക്ക് കൊത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. മേ ബി ഹെഡ് റൂം ഉണ്ടാവും. പക്ഷേ ലെഗ് സ്പേസ് തീരെ കുറവാണ്. പക്ഷേ ഈ ഒരു മിഡ് റോയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. നല്ല ഭംഗിയിലുള്ള ഒരു സീറ്റെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നിലാണെങ്കിലും വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്. അതുപോലെ ഇവിടെയും ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലക്ഷറിയസ് ആയിട്ട് നമുക്ക് പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് മുന്നിലത്തെ ആ ഒരു വ്യൂ വരുന്നത്. വളരെ വലുപ്പത്തിലുള്ള ഒരു സ്ക്രീനാണ് ശരിക്കും ഡാഷ്ബോർഡിൽ ഫുള്ള് നിൽക്കുന്നത് വേണം പറയാൻ. നമുക്കത് മുമ്പിൽ പോയിട്ട് നോക്കാം. റിയർ പാസഞ്ചേഴ്സിനായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ H9 കണ്ടതുപോലെ തന്നെ ആ ഒരു ചാർജിങ് ഏരിയാസ് കാണാം. സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ USB ചാർജിങ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഇവിടെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ കൺട്രോൾസ് ഇവിടെ തെളിഞ്ഞു വരും കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ലക്ഷറി ഫീൽ കിട്ടുന്നത്. കാരണം അൾട്രാ ലക്ഷറി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ളൊരു ഇൻറ്റീരിയറാണ്. കാരണം അടിപൊളിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാനായിട്ട്. ആദ്യം തന്നെ ഈ ഒരു ഡോർ പാഡ് തുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ആംബിയൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചസ് എല്ലാം മനോഹരമായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും ചെറിയൊരു സ്റ്റോറേജ് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന ആ ഒരു പവർ വിൻഡോ സ്വിച്ചസ് കാണാം. ഒരു ട്വീറ്റർ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഉണ്ട്. ഇവിടെ ഹോങ്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇത് ഇലക്ട്രിക്കലി പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സീറ്റാണ്. ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം ഈ ഭാഗത്ത് കാണാം. നല്ല ഭംഗിയിലുള്ളൊരു മെറ്റീരിയൽ, ഹീറ്റഡ് ആൻഡ് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ്. ഇതിനും 2 കളറിലാണ് വരുന്നത്. അതൊരു ഡ്യുവൽ ടോൺ സീറ്റാണ്. ഇതിൻ്റെ നടുവിലായിട്ടാണെങ്കിലും ഒരു ചെറിയൊരു മെറ്റൽ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഈ ഒരു സ്ക്രീനിലാണ്. നമുക്ക് ടെസ്ലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് പോലും ഇല്ല. വെറുതെ നമുക്ക് ഗിയറിട്ട് പോയാൽ മതി. ഇതിനകത്ത് ഇവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓണായി. സ്റ്റിയറിംഗ് എല്ലാം അഡ്ജസ്റ്റ് ആയി വന്നു.
അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ സ്ക്രീനുകളാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ കാണാൻ? വലിയൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റം ഇവിടെയുണ്ട്. അതായത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡാഷ്ബോർഡ് എല്ലാം ഫുള്ളി ഡിജിറ്റലാണ്. ഇത്ര ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കോക്ക്പിറ്റിനകത്തിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതായത് ഒരു വിമാനത്തിനകത്ത് ഫുള്ളി ഡിജിറ്റലായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുപോലെ ഒരു രീതിയിലേക്കാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. അത്ര ഒരുപാട് ലൈറ്റുകളും ടച്ച് സ്ക്രീനുകളുമാണ് ഈ വിമാനത്തിലുള്ളത്. നല്ല ഭംഗിയിലുള്ള AC വെൻറ്റുകൾ കാണാം. ഇവിടെ നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാമറയുടെ ഓപ്ഷൻസ് എല്ലാം ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. വൈഡ് വ്യൂ ഓപ്ഷനാണ് ഈ കണ്ടത്. ഇനി 2D വ്യൂ ഉണ്ട്, 3D വ്യൂ ഉണ്ട്. വലിയൊരു ടച്ച് സ്ക്രീൻ. ഇവിടെയാണ് സ്റ്റോപ്പ് ബട്ടണും വരുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് എന്ന് എഴുതി കാണിക്കും. അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തെ അത് സ്റ്റോപ്പ് ചെയ്ത് ഞെക്കിയാൽ മാത്രം മതി. അതുപോലെ ഹോം കീ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീലാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുണ്ട്. 2 കളറിലാണ്. അതായത് ഈ മെറ്റീരിയലിൻ്റെ കളർ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ എന്താണോ ഡോർ പാഡിലുള്ളത് അതേ 2 ഷെയ്ഡുകളിലേക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ മാറ്റിയിട്ടുണ്ട്. ഹോം കീയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഇല്ലുമിനേറ്റ് ആയതാണ്. വണ്ടി സ്റ്റാർട്ടായപ്പോൾ ഇല്ലുമിനേറ്റ് ആയ ലൈറ്റുകളാണ്. വലിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഈ വാഹനത്തിലെന്ന് പറഞ്ഞാൽ ചൈന വാഹനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പറഞ്ഞാൽ തീരുമില്ല, അത്ര ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട്. ഈ ഒരു അലൂമിനിയം ഇൻസെർട്ടുള്ള ഭാഗത്ത് ഇതിൻ്റെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഗിയർ നോബ്, ഭംഗിയിലുള്ളൊരു ഗിയർ നോബാണ്. ഈ സൈഡിലാണ് കേട്ടോ. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. അതുപോലെ ഈ വുഡൻ ഇൻസെർട്ടുള്ള ഭാഗം തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡർ കിട്ടും. ഈ ഒരു പോർഷൻ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റോറേജ് ഏരിയ കിട്ടും. അത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഏരിയയാണ്, നല്ല ഡീപ്പാണ്. അവിടെ നമുക്ക് USB ചാർജിങ് പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും പറയാനായിട്ട് പറ്റിയില്ല. കാരണം അത് ചെറിയൊരു പെട്ടെന്നുണ്ടാക്കിയ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാം ശരിക്കും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ബ്രോഷർ ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ഒരു ബ്രോഷർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു EHS9 ഹോങ്കി EHS9ൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നമുക്ക് മറ്റൊരു വാഹനത്തിന് വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.